പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ദാസനും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ സങ്കീർത്തന ഭാഷ്യം നമ്മളെ തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും തൻ്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ഇന്ന് വൈകിട്ട് ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സോദരം 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 കരുണയുള്ള നമ്പരാനെ പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ അപ്പിച്ച തിരുനാമത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സന്ധ്യാവേളയിൽ അങ്ങയുടെ പാതവിടെ ഞങ്ങൾ കടന്നു വരികയാ കർത്താവെ. വീണ്ടും ഞങ്ങളുടെ ഹല്ലേലൂയ ബൈബിൾ ക്ലാസ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിൽ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നടക്കുന്ന കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ാക്കി തീർക്കണേ കർത്താവ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന സകല ഹല്ലേലൂയ കർത്താവ് കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളെ ഹല്ലേലൂയ പഠിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് ഹല്ലേലൂയ കർത്താവ് ഇന്ന് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി തീർക്കണമേ കർത്താവെ. ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവെ, ഹല്ലേലൂയ ഞങ്ങളെ വിശിഷ്യ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ഒരു തടസ്സവും വരാൻ ദൈവം അനുവദിക്കരുത് കർത്താവെ. ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് കടന്നു വരിക കർത്താവെ. ഞങ്ങളുടെ ബലഹീനതകളോ കുറവുകളോ ഒന്നും ക്ലാസ്സിന് കണക്കിടരുത് കർത്താവ്. പഠിക്കുന്നതൊക്കെയും ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്തയിൽ ഇരിപ്പാൻ തക്കണം. അതിന്റെ അനുഗ്രഹത്തോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കണം. ഈ പഠനം പൂർത്തീകരിക്കും വരെയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് തങ്കച്ചെറുകടിയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ കർത്താവെ. ഞങ്ങൾ ഇരിക്കുമ്പോൾ പല പ്രതികൂലങ്ങളും ഉണ്ടെങ്കിലും കർത്താവെ, അനുകൂലമായ ദൈവത്തിന്റെ കരത്തിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വീണ്ടും ഞങ്ങളെ പഠിപ്പിക്കുന്നു ഞങ്ങളുടെ അധ്യാപകനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക നമ്മുടെ കേരളമൊക്കെ ഒരു പ്രതിസന്ധ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും നിങ്ങൾ സമയമൊക്കെ കണ്ടെത്തി എല്ലാവരും ജോയിൻ ചെയ്യുന്നല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന സാവകാശം ഓർക്കുന്നു. വിശേഷാൽ ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അപ്പോൾ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്കേവർക്കും വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനവധിയായി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതുവരെയായിട്ട് നാം പഠിച്ചത് സങ്കീർത്തനങ്ങളിൽ ഒരു വിഭാഗമാണ് ഹിം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ ആ ഹിം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ നാം പഠിച്ചു അതെങ്ങനെയാണ് ഒരു സ്തുതിഗീതം, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ രണ്ടാമതായിട്ട് വിലാപകീർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് നാം പഠിക്കുവാനിടയായി. മാത്രമല്ല വിലാപകീർത്തനങ്ങൾക്കും എന്താണ് അതിൻ്റെ ഘടകങ്ങളെന്ന് എലമെന്റ്സ് എന്ന് നമ്മൾ പഠിച്ചു. 7 എലമെന്റ്സ് ആണ്. പിന്നീട് നമ്മൾ താങ്ക്സ് ഗിവിംഗ് സാമിനെ കുറിച്ച് പഠിച്ചു. ഇപ്പോൾ നാം പഠിക്കാനായിട്ട് പോകുന്നത് സോങ്സ് ഓഫ് ട്രസ്റ്റ്. സോങ്സ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നാം ഇപ്പോൾ അത് പഠിക്കുന്നത്.
ആശ്രയ കീർത്തനങ്ങൾ എന്നാണല്ലോ. ആശ്രയ കീർത്തനങ്ങൾ, സോങ്സ് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആശ്രയ കീർത്തനങ്ങൾ. ഈ ആശ്രയ കീർത്തനങ്ങൾ എന്ന് പറയുന്ന അടുത്ത സെക്ഷൻ, എന്താണ് ഈ ആശ്രയ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്? ആശ്രയ കീർത്തനങ്ങളിൽ തന്നെ നമുക്ക് അറിയാം രണ്ട് ഭാഗങ്ങളുണ്ട്. രണ്ട് ഭാഗങ്ങൾ. ആശ്രയ കീർത്തനങ്ങളുടെ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അതെ, ആശ്രയ കീർത്തനങ്ങൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ് ആണ്. ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ് അപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്. അത് നമുക്ക് സുപരിചിതമായിട്ടുള്ള പദമായതുകൊണ്ട് ഞാൻ അതങ്ങനെ പറഞ്ഞതാണ്. ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സോങ്സ് ഓഫ് ട്രസ്റ്റ്. അതായത് വ്യക്തിപരമായ ആശ്രയ കീർത്തനങ്ങളുണ്ട്, സാമൂഹ്യപരമായ ആശ്രയ കീർത്തനങ്ങൾ. അപ്പം ഒരു സങ്കീർത്തനത്തിനകത്ത് ആശ്രയമാണ് ആ സങ്കീർത്തനത്തിനകത്തുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ ആശ്രയ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ചില പാട്ടുകൾ ആശ്രയം നീ ശൈലം നീ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് നേരെ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഉദാഹരണം പറയാം, മനസ്സിലാക്കണമല്ലോ. 23-ാമത്തെ സങ്കീർത്തനം ഒന്ന് എടുത്തു നോക്കി. 23-ാം സങ്കീർത്തനം, Psalm 23. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, 23-ാം സങ്കീർത്തനം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഓക്കെ, ഇവൻ നമ്മൾ ആ ഒരു സങ്കീർത്തനം നമുക്ക് സുപരിചിതമായ സങ്കീർത്തനമാണ് അല്ലെ. യഹോവ എന്റെ ഇടയനാകും. സത്യത്തിൽ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു തന്നെയാണ് അതിന്റെ അർത്ഥം. യഹോവ എന്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, കാരണം യഹോവ എന്റെ ഇടയനാകും. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കീർത്തനമാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. 27-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി, വേഴ്സ് 27. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അപ്പൊ യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും എന്ന് പറയുന്നത് കർത്താവിലുള്ള ആശ്രയമാണ്. എന്തോരാശ്രയമാണത്! അപ്പൊ നമ്മുടെ പാട്ടുകൾക്കകത്ത് ഈ ആശ്രയ കീർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആശ്രയ കീർത്തനങ്ങൾ ഇപ്പൊ സ്തുതിഗീതങ്ങൾ നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വിലാപകീർത്തനങ്ങൾ നമുക്ക് ശരിയായിട്ടും തിരിച്ചറിയാം. താങ്ക്സ് ഗീവിംഗ് സാം അല്ലെങ്കിൽ സ്തോത്രഗീതം അല്ലെങ്കിൽ നന്ദി സൂചിതമായ ഗീതങ്ങൾ നമ്മൾ കണ്ടാൽ അത് നമുക്ക് തിരിച്ചറിയാൻ ഉള്ള കഴിവുണ്ട്. അങ്ങനെയാണ് ഈ ആശ്രയ കീർത്തനങ്ങൾ കൂടെ നമുക്കൊന്ന് കാണുവാനായിട്ട് കഴിയണം. ആശ്രയ കീർത്തനങ്ങൾ. ഓക്കെ, 31-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. 31-ന്റെ 1.
യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഉണ്ടോ? ഞാൻ ഒരു യഹോവേ നാളും ലജ്ജിച്ചു പോ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഉണ്ടോ? ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. മതി. അപ്പൊ യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ഉണ്ടോ? അപ്പം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ സോങ്സ് ഓഫ് ട്രസ്റ്റ്, ആശ്രയ കീർത്തനങ്ങൾ. ഓക്കെ, 11-ാമത്തെ സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കി. 11. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്നു നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്റെ ഐഡിയ കിട്ടി. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ. 16-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചു നോക്കി. ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. കണ്ടോ? ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. അത് വായിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അത് ആശ്രയ കീർത്തനമാണ്. ഓവേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ അവിടുന്ന് കാത്തുകൊള്ളണമേ. 4-ാം സങ്കീർത്തനോ 4-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചു നോക്കി. എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഓക്കെ, അപ്പൊ ഞെരുക്കത്തിരുന്നപ്പോൾ എനിക്ക് വിശാലത വരുത്തി എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സോങ്സ് ഓഫ് ലാമന്റ് ആണെന്ന് തോന്നും, കുഴപ്പമില്ല, നോ പ്രോബ്ലം. എന്നാൽ നോക്കിയേ, നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരണമേ. ദൈവത്തിലുള്ള ഒരു ആശ്രയവും കൂടിയാണ്, കർത്താവിലുള്ള ഒരു വലിയ ആശ്രയം. 62-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കി. 62-ന്റെ 1. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ഉണ്ടോ? എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാനേറെ കുലുങ്ങുകയില്ല. അപ്പൊ വളരെ വ്യക്തതയോടുകൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ആശ്രയ കീർത്തനമാണ്. ആശ്രയ കീർത്തനമാണ്, ദൈവത്തെ ആശ്രയിക്കുകയാണ്. അവൻ തന്നെ എന്റെ പാറ, അവൻ തന്നെ എന്റെ രക്ഷ, അവൻ തന്നെ എന്റെ ഗോപുരം, ഞാനേറെ കുലുങ്ങുകയില്ല. ഒരാശ്രയ കീർത്തനം, ദൈവത്തെ ആശ്രയിക്കുന്നതാണ്. 91-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചു നോക്കി. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നെടുങ്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അത്യുന്നതന്റെ മറയിൽ വസിക്കുക. നമ്മൾ സാധാരണ ഈ ഒരു യാത്രയപ്പിനോ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞാൽ 91-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നതിന് കാരണം എന്നാ? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സങ്കീർത്തനമായതുകൊണ്ടാണ്. എല്ലാ വഴികളിലും ഓരോ കാക്കണമെന്ന് ദൂതന്മാരോട് കൽപ്പിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു യാത്രയാക്കുന്നതിന് കാരണം ദൈവത്തിലുള്ള ആശ്രയമായതുകൊണ്ടാണ്. അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവവും എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഏത് സാഹചര്യത്തിൽ നമുക്ക് ക്രിസ്തുവിൽ ആശ്രയിക്കാൻ കഴിയുക, ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുക. ഒരാശ്രയ കീർത്തനം ഉണ്ടോ? ഓക്കെ, 131-ാം സങ്കീർത്തനം 1-ാം വാക്യോ. യഹോവേ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. എന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇതോടൊപ്പം ഒരു സങ്കീർത്തനങ്ങളുടെ ഒരു അനലൈസേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആശ്രയ കീർത്തനങ്ങൾ, ആശ്രയിക്കുക. എന്താണ് ഈ ആശ്രയ കീർത്തനങ്ങളുടെ ഇലമെന്റ് എന്ന് ചോദിച്ചാൽ, ആശ്രയ കീർത്തനത്തിന്റെ ഇലമെന്റ് എന്താന്ന് ചോദിച്ചതാണ് ദ മെയിൻ ഇലമെന്റ് ഓഫ് സോങ്സ് ഓഫ് ട്രസ്റ്റ്. ആശ്രയ കീർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്
they express trust. ആശ്രയമാണ് അതിനകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഈവൻ ദോ there may be difficulties, എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. അപ്പൊ മെയിൻ തീം എന്ന് പറയുന്ന ട്രസ്റ്റാണ്, ആശ്രയം. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ആശ്രയിക്കുക. അതിനെയാണ് നമ്മൾ ആശ്രയ കീർത്തനങ്ങൾ എന്ന് പറയുന്നത് തന്നെ. ആശ്രയ കീർത്തനങ്ങൾ ദൈവത്തെ മാത്രം വലുതായി കണ്ടുകൊണ്ട്, ദൈവത്തിൽ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മൾ പാടുന്ന പാട്ടുകൾ. അതാണ് സത്യത്തിൽ ഈ ആശ്രയ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദ്യത്തെ ഒരു ഔട്ട്ലൈൻ സെക്ഷൻ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്കൊരു സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ അത് ഏതിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആശ്രയ കീർത്തനങ്ങൾ. ദൈവമാണ് നമ്മുടെ എല്ലാം എല്ലാം. അപ്പൊ ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ മുമ്പിൽ നിൽക്കും. ഇപ്പൊ നമ്മൾ പാടുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ട് തന്നെ ഉണ്ടല്ലോ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക് യഹോവ ഈരെ ദാതാവാം ദൈവം എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ. ഞാൻ ബാക്കി പാടാനല്ല, ഒരു ആശയം ഒന്ന് പറയുക. അപ്പൊ ദൈവത്തിൽ സമ്പൂർണമായി നമ്മൾ ആശ്രയിക്കുകയാണ് അവിടെ. ആശ്രയ കീർത്തനം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ആശ്രയ കീർത്തനങ്ങളെ കുറിച്ച് ഒരു ചെറിയ അനലൈസേഷനൂടെ ഞാനിന്ന് തരുവാനായിട്ട് പോവാണ്. അനലൈസിങ് ഓഫ് ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ്. ആശ്രയ കീർത്തനങ്ങളെ നാം ഒന്ന് അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മകളിലേക്ക്, ടു യുവർ മെമ്മറി, ഒരു ഓർമ്മകളിലേക്ക് തന്നാൽ ഒന്നാമത് 11ാമത്തെ സങ്കീർത്തനം ഒരു ആശ്രയ കീർത്തനമാണ്. അതും വ്യക്തിപരമായ ആശ്രയ കീർത്തനം. 11. ഓക്കെ, 11ാമത്തെ സങ്കീർത്തനം അപ്പോൾ തന്നെ 4ാമത്തെ സങ്കീർത്തനം. അപ്പൊ തിരിച്ച് 4:11 4:11 അത് നമ്മളുടെ വ്യത്യാസം 7. ആ വ്യത്യാസം 7 എന്നുള്ളത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 4ാം സങ്കീർത്തനം, 11ാം സങ്കീർത്തനം, 16ാം സങ്കീർത്തനം, 23ാം സങ്കീർത്തനം. അതിൻ്റെയും ഡിഫറൻസ് 7ആണ്. അപ്പൊ എത്ര സങ്കീർത്തനം വന്നു? 4, 11, 16, 23 പ്ലസ് അത് കഴിഞ്ഞ 27, 27ാം സങ്കീർത്തനം. പിന്നീടുള്ള 62ാം സങ്കീർത്തനം 6 - 2 4, 91, 9 - 2 8, 131, 13 - 1 12, 4, 8, 12, 4ന്റെ ഗുണിതങ്ങളായിട്ട് പോവുക. ഇതെല്ലാം ഈ ഓർത്തിരിക്കാൻ ഓരോ ചെറിയ ട്രിക്സ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: 4, 11, 16, 23, 27, 62, 91, 131. അതിന് താഴെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആശ്രയ കീർത്തനങ്ങളിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആശ്രയ കീർത്തനങ്ങൾ. അപ്പൊ നമ്മൾ ഒന്ന് നോക്കുക. 23, 27 ഇൻ ദ മിഡിൽ ഓഫ് ദ 3 Psalms ഓൺ ഐദർ സൈഡ്. 3 സങ്കീർത്തനങ്ങൾ വീതം 2 സൈഡിലും, നടുക്ക് 23, 27. അപ്പൊ ഇതാണ് ആശ്രയ കീർത്തനങ്ങൾ എന്ന ഗ്രൂപ്പിൽ വരുന്നത്. ദ മെയിൻ ക്യാരക്ടർ ഓഫ് ഇൻഡിവിജ്വൽ സോങ്സ് ഓഫ് ട്രസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കൂ.
വ്യക്തിപരമായ വിലാപ കീർത്തനങ്ങളിൽ ട്രസ്റ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ട്രസ്റ്റ്, ആശ്രയം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആശ്രയം. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. അപ്പൊ ദൈവം മാത്രം ആശ്രയമായിരിക്കുന്ന, എല്ലാ പ്രതിസന്ധികൾ ഏറി വന്നാലും കഷ്ടതകൾ ഏറി വന്നാലും മുന്നോട്ട് നമുക്കൊരു യഥാർത്ഥ കാര്യങ്ങളിൽ പോകുവാൻ പോലും ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എപ്പോഴും ഒരു വിലാപകീർത്തനങ്ങളുമായിട്ടായിരിക്കും കൂടുതൽ റിലേറ്റ് ചെയ്ത് വരുന്നത്. അതെന്താ ഈ വിലാപകീർത്തനമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്ത് വരുന്നത്? സാധാരണ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത്, ദൈവത്തെ മാത്രം ശരണമാക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാതിരിക്കുമ്പോഴല്ലേ. പൊതുവെ ചിലപ്പോൾ അതിന് എന്തെങ്കിലും അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ പോകുന്നവരുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കോമൺലി, പൊതുവായിട്ട്, ജനറലായിട്ട് പ്രതിസന്ധികൾ ഏറി വരുമ്പോഴാണ് പലരും ദൈവത്തിൽ ആശ്രയിക്കുന്നത്, കൈകളെ മലർത്തുന്നത്. കർത്താവേ, നീ അല്ലാതെ ആരും എനിക്കില്ല, അങ്ങാണ് എന്നെ സഹായിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പൊ ഇത് വെരി ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് വിലാപകീർത്തനങ്ങളുമായിട്ടാണ്. വിലാപകീർത്തനങ്ങളുമായിട്ട്. ഓക്കെ, ഞാൻ യേശുവിൽ അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്നു, എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും. ഓക്കെ, നമുക്ക് ആ 4-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാം ഒന്നുകൂടെ. ആദ്യം നമ്മൾ അത് ഏത് ഗ്രൂപ്പിൽ പെടുത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതേ ഉള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 4-ാം സങ്കീർത്തനം, അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. നീതിയായ ദൈവം ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണേ, ഞെരുക്ക് തീർന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണം. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി, മായ ഇച്ഛിച്ചു, വ്യാജത്തെ അന്വേഷിക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. അപ്പൊ ആ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുക. കാരണം അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കണം, കേൾക്കും. തന്റെ ആ ഉറപ്പ്, ദൈവത്തിലുള്ള ഉറപ്പ്. അപ്പോൾ തന്നെ താൻ വീണ്ടും പറയുക, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ നേരിട്ട് വന്നാലും നമ്മൾ കിടക്കയിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കണം. കാരണം നീതിയാഗങ്ങളെ അർപ്പിച്ചോ, യഹോവയിൽ ആശ്രയം വെപ്പീ. യഹോവയിൽ നമ്മൾ ആശ്രയിക്കണം. അപ്പൊ നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. കണ്ടോ, മറ്റുള്ളവർ ഞങ്ങളെ നിന്ദിക്കുന്നു, മറ്റുള്ളവർ ഞങ്ങളെ പഴിക്കുന്നു, മറ്റുള്ളവർ ഞങ്ങൾക്കെതിരായി പറയുന്നു. സാരമില്ല, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം. അതാണ് ഈവൻ ദോ ഐ വിൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും, ദൈവത്തെ മാത്രം ഞാൻ ഫോളോ ചെയ്യും.
നമ്മൾ അങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ പാടാറുണ്ടല്ലോ. ക്രൂശന്റെ മുൻപിൽ ലോകം എൻ പിൻപിൽ. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ. ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ. പിന്മാറാതെ പിന്മാറാതെ. The cross before me, the world behind me. അപ്പോ നമ്മളിതെല്ലാം നല്ല ഭംഗിയായിട്ട് പാടുന്നവർ, കർത്താവിൽ നമ്മുടെ ആശ്രയത്തെ പുതുക്കുന്ന ഗാനങ്ങൾ നമുക്കുണ്ട്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാകും. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറഞ്ഞാലും, അതാണ് ഈവൻ ദോ, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും. 11-ാം സങ്കീർത്തനത്തിനകത്തുണ്ടോ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയിലുള്ള ആശ്രയം ഉറപ്പിച്ച് പറയുകയാണ് അല്ലെ. 1 തൊട്ട് 3 വരെ ഒന്ന് വായിച്ചു നോക്കിയുള്ളൂ. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വെല്ലുകുലച്ച അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അപ്പൊ അവിടെ യഹോവയിൽ ആശ്രയം താൻ പറയുമ്പോൾ, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെയ്യേണ്ടതിന് വില്ലുകുലച്ച അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. അപ്പൊ ദുഷ്ടന്മാര് ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെയ്യേണ്ടതിന് വില്ലുകുലച്ച അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. പക്ഷെ ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കും. ഞാൻ യഹോവയെ ശരണമാക്കി. അപ്പോ ആ സങ്കീർത്തനം നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ആഴത്തിൽ പതിയാനാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഈവൻ ദോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും ഞാൻ യഹോവയിൽ മാത്രം ആശ്രയിക്കും. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവന്റെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് ക്ലിയർ ആയല്ലോ. എന്തെല്ലാമാണെങ്കിലും ആശ്രയത്തിന് മാത്രമില്ല, മാറ്റമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ ഏറി വരുമ്പോഴും കർത്താവുള്ള ആശ്രയത്തിൽ നമ്മൾ മാറരുത്. ആശ്രയം മീൻസ് സമർപ്പണം എന്നൊക്കെ അർത്ഥം ഉണ്ടല്ലോ. ആശ്രയിക്കുക, സമർപ്പിക്കുക, നമ്മുടെ എല്ലാമായിട്ട് നമ്മൾ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക, സർവത്തിന് മേലായി ക്രിസ്തുവിനെ കാണുക. അതെല്ലാമാണല്ലോ വാക്കുകളുടെ അർത്ഥം വരും. ഓക്കെ, 16-ാം സങ്കീർത്തനമോ അവിടെ തന്നെ കിടക്കുന്ന 16-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം മാത്രം, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ, എന്റെ ശരണം നീ മാത്രമാണ്. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ആശ്രയ കീർത്തനങ്ങളല്ലേ. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല.
ഭൂമിയിലെ വിശുദ്ധന്മാർ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കുന്നു. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. ഞാൻ മറ്റൊരു അന്യദൈവങ്ങളുടെയും നാമം ഞാൻ എടുക്കില്ല. രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. നീ മാത്രം എന്റെ കർത്താവാകും. നീ ഒഴികെ എനിക്ക് ഒരു നന്മയും. നിന്റെ അവകാശത്തിന്റെയും മാനവാത്തത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് പറയുകയാണ്. എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തുന്നു. രാത്രികാലങ്ങൾ എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കും. അവൻ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. അപ്പൊ ദൈവത്തിലുള്ള ആ ആശ്രയം, ഉറപ്പ്, എന്നൊക്കെ നമുക്ക് ആശ്രയത്തിന് അങ്ങനെയൊക്കെ പറയാം. ദൈവത്തിലുള്ള ഉറപ്പ്. ദൈവമല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. നീ ഒഴി എനിക്കൊരു നന്മയുമില്ല. അവൻ എന്റെ വലത്തുഭാഗത്തുള്ള ഞാൻ കുടുങ്ങിപ്പോവുകയില്ല. എന്റെ അവകാശത്തിന്റെ പങ്ക് നീ മാത്രമാകും. നിങ്ങൾ ശ്രദ്ധിക്കൂ, വളരെ അധികം മനസ്സിലാകുന്ന ഭാഷകളിൽ ഈ ആശ്രയ കീർത്തനങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആശ്രയ കീർത്തനങ്ങൾ അതിന്റെ ലാസ്റ്റ് 10-11 വാക്യം. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവ്യത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇപ്പൊ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ആ ആശ്രയ കീർത്തനത്തിനകത്ത് നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഈ വാക്യം ആരിലാണ് അന്വർത്ഥമായത്? പുതിയ നിയമത്തില് അപ്പോസ്തലരുടെ പുസ്തകം ഒന്ന് എടുക്കാമോ? ജീസസ്. അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായം. ഇതേ സങ്കീർത്തനം പത്രോസ്ലീഹ തന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചു. 25-ാമത്തെ വാക്യം കണ്ടോ? 25. ഞാൻ കർത്താവിനെ എപ്പോഴും കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കുമെന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. അതാരെ കുറിച്ച്? അടുത്ത വാക്യത്തിലുണ്ട്, സഹോദരന്മാരെ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ കല്ലറ ഇന്നുവരെ നമ്മുടെ ഉണ്ടല്ലോ. ഓക്കെ, ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. കാരണം അവന്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവന്റെ കടിമ്പ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പെന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടു കളഞ്ഞില്ല.
അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുൻകൂട്ടി കണ്ടു പ്രസ്താവിക്കുന്നു. കണ്ടോ? ക്രിസ്തുവിന്റെ ഈ യേശുവിനെ പുനരുത്ഥാനത്തെ മുൻപ് കൂട്ടി കണ്ടു പ്രസ്താവിക്കുക. അപ്പോ ദാവീദ് തന്റെ സങ്കീർത്തനം 16-നകത്ത് പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല, പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്ന് എഴുതിയത് ദാവീദിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായില്ല. ദാവീദ് മരിച്ചു, ദാവീദ് അടക്കം ചെയ്യപ്പെട്ടു, ദാവീദിന്റെ കല്ലറ ഇന്നും ഉണ്ടല്ലോ എന്ന് പത്രോസ് അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. 16-ാം സങ്കീർത്തനം എടുത്താ ഉദ്ധരിച്ചത്. എന്നിട്ട് പത്രോസ് പറയുന്ന വാക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ദാവീദിൽ അന്വർത്ഥമായിട്ടില്ല. ഗോത്രപിതാവായ ദാവീദ് മരിച്ചു, ദാവീദ് അടക്കം ചെയ്യപ്പെട്ടു, അവന്റെ കല്ലറ ഇവിടെയുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. എന്നാൽ ദാവീദ് അപ്പൊ ഈ വാക്യം ആരെ കുറിച്ച് എഴുതി? തന്റെ പിന്നാലെ വരാൻ പോകുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ പ്രോഫസിയായിട്ട് എഴുതുകയായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലേ, വേറെ ആരെ കുറിച്ചുമല്ലല്ലോ. കാരണം മരണത്തെ ജയിച്ചവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ അപ്പോസ്തലപ്രവൃത്തി 2:24 ഒന്ന് നോക്കിയാൽ അത് ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. 25 തൊട്ടാ നമ്മൾ വായിച്ചത്. 23, 24 നോക്കിയേ. ദൈവമോ മരണപാശത്തെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഓക്കെ. ദൈവമോ കർത്താവ് യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഓ, അപ്പൊ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. മരണത്തെ ജയിച്ചവൻ യേശു ക്രിസ്തുവാണ്. മരണത്തെ തന്നെ കാൽ കീഴിൽ ചവിട്ടിയവൻ യേശു ക്രിസ്തുവാണ്. യേശു മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഉണ്ടോ? അപ്പൊ അങ്ങനെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല, പാതാളത്തിൽ വിടുകയില്ല എന്ന് ദാവീദാ എഴുതിയതെങ്കിലും ദാവീദിന്റെ സന്തതിയായി വരാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു താനെന്ന് രേഖപ്പെടുത്തിയതെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കാരണം യേശു ക്രിസ്തു ദാവീദ് മരിച്ചവൻ ഉയർത്തുന്നിട്ടില്ല. അവന്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിൽ ഇരിക്കുന്നു. പഴയ വിശുദ്ധന്മാരെ ആരും കുറിച്ചുമല്ലത് പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. ഇപ്പൊ യേശു ക്രിസ്തുവാണ് മരണത്തെ ജയിച്ചവൻ. ശ്രദ്ധിച്ചാൽ മതി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തലനായ പൗലൂസ് അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ താഴോട്ട് എഴുതുന്നത്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ താഴോട്ട് എഴുതുന്ന 1-2 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റവനുമാകുന്നു. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിന്റെ ടോപ്പിക്ക് വരുമ്പോൾ അങ്ങ് നിർത്തിയാക്കണം. പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചിട്ടില്ല. ഒരു കാരണവശാലും അപരിശുദ്ധൻ ദ്രവത്വം കണ്ടിട്ടില്ല. നമ്മുടെ ബോഡിയെല്ലാം ഡീക്കേഡ് ബോഡിയാണ്, ദ്രവിക്കുന്ന ശരീരമാണ്. ഡേ ബൈ ഡേ നമ്മൾ ദ്രവിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണ്.
ഒരുപക്ഷെ ഇന്നലത്തെ ആരോഗ്യം ഇന്ന് നമുക്കുണ്ടാകണമെന്നില്ല. പല സെൽസും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് വീക്കായി ഇന്നലെ നാളെ നമ്മൾ ഇവിടെ മരിക്കും. നമ്മളെ സെമിത്തേരിൽ കൊണ്ട് അടക്കും. അവിടെ നമ്മൾ മണ്ണോട് മണ്ണ് ചേരും. ദ്രവിച്ച് ഇല്ലാതായി മാറും കർത്താവിന്റെ ഓരോ താമസിച്ചാൽ. എന്നാൽ അതിൽ നിന്നൊരു യാഥാർത്ഥ്യം ഗ്രഹിക്കണം. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. എന്നാൽ മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റവർ യേശു ക്രിസ്തുവാണ്. മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന്റെ തെളിവ് തന്നെ. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുമ്പോൾ 1 തെസ്സലോനിക്ക 4:13 മുതൽ പറയുന്നിടത്ത് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കിൽ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിക്കുകയും ജീവിച്ച് എഴുന്നേറ്റ് എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെ യേശു ക്രിസ്തു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഉണ്ടോ? ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. 16-ാം സങ്കീർത്തനം ഒരു ആശ്രയ കീർത്തനമാണ്. അതിനകത്ത് ഉറപ്പിച്ചു പറയുകയാണ്, പരിശുദ്ധനെ ദൈവത്വം കാണുവാൻ സമ്മതിക്കില്ല, അവരെ പാതാളത്തിൽ വിടുകയില്ല. എന്നാൽ ദാവീദ് മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, തന്റെ ആത്മാവ് പാതാളത്തിൽ തന്നെയാണ് വിശ്രമിക്കുന്നത്. എന്നാൽ ഒരു പരിശുദ്ധനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ ആശ്രയ കീർത്തനങ്ങളുടെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിലുള്ള ആശ്രയം അവിടെ ഉറപ്പിച്ച് പറയും. ഓക്കെ, 23-ാം സങ്കീർത്തനം നമുക്കെല്ലാം സുപരിചിതമായ സങ്കീർത്തനമല്ലേ? 23-ാം സങ്കീർത്തനം, യഹോവ എന്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാറ്റ്സ് ഫൈൻ. എന്തോ ഒരു ആശ്രയമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെ നടത്തുന്നു. ഓരോ പദങ്ങളും വളരെ വളരെ ഗൗരവമുള്ള പദങ്ങളല്ലേ? എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയം തന്നെയാണ്. ദാവീദ് ഒരു ഇടയനായിരുന്നല്ലോ. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നത് കൊണ്ട് ദാവീദ് ദൈവത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നു, യഹോവ എന്റെ ഇടയനാകും. ഇടയന്റെ റോൾ എന്താന്ന് ഈ ഇടയൻ അറിയാം. ആടുകൾ എങ്ങനെ പരിപാലിക്കണമെന്നറിയാം. അതുകൊണ്ട് താനോട് വ്യക്തമായി പറയുക, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. തിന്മാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ, പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറയുമ്പോൾ അസ്വസ്ഥതയുള്ള വെള്ളമാണ് ഇന്ന് ലോകത്തിൽ മുഴുവൻ. ഒരിടത്തും നമുക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല. എന്നാൽ യഹോവൻ ഇടയനാണെങ്കിൽ എനിക്ക് അവിടെ സ്വസ്ഥത കിട്ടും. സ്വസ്ഥത കിട്ടുന്നു. ഇവിടെയെല്ലാം അസ്വസ്ഥതകളിൽ നമ്മൾ പോകുമ്പോൾ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ പ്രാണൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ അവരിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാണൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം നീതി പാതകളിലാണ് എന്നെ നടത്തുന്നത്. കൂരിരുൾ താഴ്വര എന്ന് മലയാളം ബൈബിളിൽ കിടക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മരണനിഴലിൻ താഴ്വര എന്നല്ലേ? മരണനിഴലിൻ താഴ്വര. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുണ്ട്. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തുമൻ അന്ത്യം വരെ. അപ്പൊ മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നുപോയാലും അവൻ എന്നെ പിടിക്കുന്നു. എന്തോരം നല്ല ആശ്രയം കിടത്തണം നോക്കി. ശത്രുക്കൾ കാൺക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഇതിനെക്കുറിച്ച് ഞാന് 23-ാം സങ്കീർത്തനം ഈ വ്യാഖ്യാന പുസ്തകം വായിച്ചു. അതിങ്ങനെ വ്യാഖ്യാനിച്ച് ആ പുസ്തകം വായിച്ചപ്പോ അതിനകത്ത് കിടക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു. ഞാൻ ആ ഓതറുടെ പേര് വിട്ടുപോയി. ജോൺ പൈപ്പർ ആണോ ജോൺ കെല്ലർ ആണോ എന്നൊരു സംശയം. എനിവേ, അദ്ദേഹം പറയുകയാണ്, ഈ ഇടയൻ ആടുകളെ കൊണ്ടുപോകുമ്പോൾ ചില ഏറിയായി ചെന്ന് കഴിഞ്ഞാൽ ഒരുതരം ഈച്ച, ഒരു പ്രത്യേകതരം ഈച്ച ഒത്തിരി ഇങ്ങനെ പുല്ലിന്മേൽ ഇരിക്കുന്ന ചില ഏറിയ ഉണ്ട്. അപ്പൊ ആ ഏറിയാൽ ഈ ആടുകളെ കൊണ്ട് വിട്ടാൽ ആ ഈച്ച പറന്നു വന്ന് ആടുകളുടെ ദേഹത്തിരിക്കുകയും ആടുകളുടെ ചെവിയിലിരിക്കുകയും ചെവി കൂടെ അകത്ത് കയറുമെന്നാണ്. ആ ഒരു ജീവി ചെവി കൂടെ അകത്ത് കയറും. ഈ ചെവിക്കകത്തോട്ട് ഈ പ്രാണി കയറിയാൽ, ഈച്ച കയറിയാൽ ആടുകൾ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ. ആടുകളല്ലേ, ചെവിക്കകത്തോട്ട് ഈച്ച കയറിയ ഉടനെ ആടെന്ത് ചെയ്യും? ഈ ചെവിയിട്ടിങ്ങനെ അടിക്കും. ചെവിയിട്ടടിച്ചാലൊന്നും ഇത് പറന്നു പോകത്തില്ല. ഓടിച്ചെന്ന് അടുത്ത് കാണുന്ന മരത്തെ കൊണ്ട് നീ ചെവിയിട്ട് ഉരയ്ക്കും, പോകത്തില്ല. മരത്തിൽ ഉരയ്ക്കുന്നു, അവിടെ ഉരയ്ക്കുന്നു, പിന്നെ മറ്റാടുകളുടെ ദേഹത്തുകൊണ്ട് ഉരയ്ക്കുന്നു. അവിടെ ചിലപ്പോൾ ഇടയന്റെ ദേഹത്ത് കാലിലൊക്കെ ചെന്ന് ഉരയ്ക്കും, ഇതൊന്ന് പോകാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ ഇടയനിട്ട് ഒക്കെ ഉരച്ചു, രക്ഷയില്ല. പിന്നെ അവസാനം അടുത്ത് നിൽക്കുന്ന ആടിനിട്ടൊക്കെ അത് ഉരയ്ക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും. ആ എഴുത്തുകാരൻ എഴുതിയിരിക്കുക. കാരണം ഇപ്പൊ ഈ ആട് പിണങ്ങിയതൊന്നും അല്ല. ആടിന് മറ്റാടുകളോടെല്ലാം സ്നേഹമുണ്ട്. പക്ഷെ അതിന്റെ ചെവിക്കകത്തൊരു ഈച്ച കയറി മുട്ടയിട്ടിരിക്കുക. അതാണ് ആ തിയറി. ആ ഈച്ച കയറിയ മുട്ടയിടുകയും ചെയ്യും. ഇനി ഈച്ച പറന്നു പോയാലും മുട്ടയോടെ കിടക്കും. അതുകൊണ്ട് ആകെ അസ്വസ്ഥതകൾ. അപ്പോ ഈ ടൈപ്പ് ഈച്ചകൾ പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ ആടുകളുടെ തലയില്, അതിൻ്റെ ചെവിയുടെ സൈഡിലെ മുഖത്ത് ഒക്കെ ഒരുതരം എണ്ണ, ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉള്ള എണ്ണ ഉണ്ട്. ഇത് പുരട്ടും, അതിൻ്റെ ദേഹത്തൊക്കെ ഒന്ന് പുരട്ടിയത് ഈ ഇടയൻ. അപ്പൊ ഈ വിധ ഈച്ചകളൊന്നും അതിനോട് അടുക്കാതിരിക്കാനുള്ളൊരു സംവിധാനമാണ്. അപ്പോ ഈ എണ്ണയൊന്ന് പൂശിയാൽ മതി, മറ്റ് ഈച്ചകളൊന്നും ഇതിൻ്റെ അകത്ത് കയറത്തില്ല. കയറി മുട്ടയിട്ടാ വരുന്ന പ്രശ്നം നിങ്ങൾ കേട്ടല്ലോ. കൂട്ടാടുകൾക്കിടിക്കും, മരത്തിനിട്ടിടിക്കും, ഇടയനിട്ടിടിക്കും. ആടുകൾ തമ്മിൽ ഇടിയുണ്ടാക്കുന്ന എല്ലാ കാര്യം ഈച്ചകളകത്ത് കയറിയതുകൊണ്ട്. അത് കയറാതിരിക്കാനുള്ള മാർഗമാണ് ഈ എണ്ണ പൂശിയാൽ മതി.
ആ എഴുത്തുകാരൻ എഴുതിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് മനസ്സിലാക്കിയ അറിയാവുന്ന ദാവീദ പറഞ്ഞത്, നീ എൻ്റെ ഇടയനാണ്, എൻ്റെ തലയെ എണ്ണ കൊണ്ടാന്ന് അഭിഷേകം ചെയ്യണേ. അർത്ഥാൽ വ്യാഖ്യാനത്തിലൂടെ നമുക്കത് സഭകളിൽ ഈ എണ്ണയുടെ അനുഭവങ്ങളിലേക്ക് വന്നാൽ മറ്റു ലോകൈക പ്രതിസന്ധികളിൽ നിന്ന് ഒഴിവാകാം എന്നുള്ള നല്ല ചിന്ത ആ വാക്യത്തിനകത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പേന നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിൽ ഈ പേനയുടെ ഈ എഡ്ജ് ആണ് അതിന്റെ തല അല്ലെങ്കിൽ ഹെഡ്, ഇതതിന്റെ ടെയിലാണ്. അപ്പം ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്ന ഈ സ്റ്റേപ്ലറിന്റെ കവറ്, ഈ സ്റ്റേപ്ലർ കവർ ആണെന്ന് വിചാരിക്കുക. ദൈവം ഒരു ഉദാഹരണമാണ്. ഇത് ആടുകളാണ്. ഈ ദൈവത്തെ നോക്കി ഇങ്ങനെ ആടുകൾ പോയിക്കൊണ്ടിരിക്കുക ഉണ്ടോ? ദൈവത്തെ നോക്കി ഇങ്ങനെ ആടുകൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവരുടെ നോട്ടം ദൈവം മാത്രമാണ്. ദൈവത്തെ മാത്രം നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നന്മയും കരുണയും എല്ലാം രണ്ട് സൈഡിൽ കൂടെയും ആയുഷ്കാലം മുഴുവൻ പിൻപറ്റുമെന്നാണ്. ഒരു ബുദ്ധിമുട്ടും പറയുന്നില്ല, ഇതെല്ലാം ചെയ്യും. എന്നാ അടുത്ത വാക്ക്. എന്നാൽ ഈ ആടുകളല്ലേ ഈ പറഞ്ഞ പോലെ ദൈവത്തെ മാത്രം ഇങ്ങനെ നോക്കി വന്ന വഴിക്കിടയ്ക്ക് ആടുകൾ പിടിച്ചാൽ കിട്ടുന്ന സാധനമല്ലല്ലോ, അതുങ്ങൾ ചാടുകയും മറിയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ ഒരാൾ തിരിഞ്ഞു പോയപ്പോൾ നന്മയും കരുണയും എല്ലാം പുറകിലുണ്ട്. അപ്പൊ ഈ ആടെന്ത് ചെയ്തു? നന്മയുടെയും കരുണയും പറയുന്നു നന്മയുടെയും കരുണയും പറയാൻ പോയി. ദൈവം ഇവിടെ തന്നെ നിൽക്കുക, ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയി. അപ്പൊ നന്മയും കരുണയും ഇപ്പൊ മുമ്പിൽ ദൈവം പറയും. അപ്പൊ ഇതിനൊരു തിരിവ് അനിവാര്യമാണ്. ദൈവത്തെ നമ്മുടെ മുമ്പിൽ നിർത്തുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാകൂ. അപ്പൊ നമ്മൾ ഈവൻ ദോ ഐ വിൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. കൂരിരുൾ താഴ്വരയല്ല, മരണനിഴലിൻ താഴ്വര വന്നാലും, എന്റെ പ്രതിസന്ധികൾ ഏറി വന്നാലും, പ്രതികൂലങ്ങൾ അനവധി വന്നാലും, എന്റെ ആശ്രയം യേശു മാത്രമായിരിക്കും. എന്റെ ആശ്രയം ദൈവം മാത്രമായിരിക്കും. അവൻ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആശ്രയ കീർത്തനങ്ങൾ. ആ ആശ്രയ കീർത്തനങ്ങൾ നമ്മളൊക്കെ മിക്കവാറും പാട്ടുകളിലൊക്കെ ആശ്രയ കീർത്തനങ്ങൾ പാടാറുണ്ട്. സമയം തീരുന്നു എന്ന് എനിക്കറിയാം. ഒരാശ്രയ ഗീതം നമ്മൾ സാധാരണ പാടുന്ന പാട്ടാൻ തോന്നുന്നു. എല്ലാവർക്കും അറിയാവോ? എല്ലാവരും പാടുന്നതാണോ? ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ. ഒരു പാട്ടുണ്ട്. ആരുമില്ല നീ ഒഴികെ. ആ, വളരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പാട്ടല്ലേ? ആരുമില്ല നീയൊഴികെ പാരിലൻ പ്രിയ ഓക്കെ എനിക്കറിയാം. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആ പാട്ടുകൾ അറിയാം. ഗിരികളിൽ കൺകൾ ഉയർത്തി ഞാൻ ഓതും, എവിടെയാണ് എന്റെ സഹായം? എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഇതെല്ലാം നമുക്ക് ആ ഗാനങ്ങളിലൊക്കെ നമ്മുടെ ആശ്രയമാണ് സത്യത്തിൽ വെളിപ്പെടുന്നത്. അപ്പൊ ഇനി പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു എബിലിറ്റി കിട്ടിയെന്ന് കരുതുന്നതിന് ബാക്കിയുണ്ട്.
പക്ഷെ സമയം ഇന്ന് നിർത്തുന്നു. നമുക്കിനിയും കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അപ്പൊ ആശ്രയ കീർത്തനങ്ങൾ, ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈവൻ ദോ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി ഓൾ ഡിഫിക്കൽട്ടീസ്, എന്തെല്ലാം സങ്കടങ്ങളോ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ വന്നാലും അതിന് നടുവിൽ ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. Okay, the rest of the things will be on next Wednesday. Thank you. God bless you. Hand over to Pastor Lalu Ji. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കുന്നു. ദൈവം ഇന്ന് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ഇതിനുശേഷം ഈ സൂമൈഡിൽ തന്നെ ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടക്കുന്നതാണ്. ഞാൻ അതുകൊണ്ട് ചർച്ചിലാണ്. നിങ്ങൾക്ക് ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം. അല്ലാതെ ഇതിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ജോൺ ഗാനങ്ങൾ ആലപിക്കുകയും പാസ്റ്റർ സജിമോൻ തങ്കച്ചൻ ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സ്റ്റേ ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് അവസാനമായി പ്രാർത്ഥിക്കാം. ആരെങ്കിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ സ്വർഗം സഹായിച്ച വലിയ ദയകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ രാത്രിയിലും കർത്താവിന്റെ തിരുവചനങ്ങൾ നന്നായി പഠിക്കുവാനും അത് ശ്രദ്ധിക്കുവാനും ധ്യാനിക്കുവാനും സ്വർഗം നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സങ്കീർത്തന ഭാഷ്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ദാസനോട് കേൾക്കപ്പെട്ട എല്ലാ തിരുവചനങ്ങളും എല്ലാ കാര്യാദികളും ഞങ്ങൾ ശ്രദ്ധയോടെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ മുതിർന്നു വരുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് അനുഗ്രഹിച്ചാട്ടെ. ബലത്തോടുകൂടെ കർത്താവ് പിന്നെയും നടത്തുമാറാകണമേ. ആയിരങ്ങൾക്ക് പ്രയോജനമാകത്തക്ക നിലയിൽ കർത്താവ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത എല്ലാ കർത്താവെ ഹല്ലേലൂയ സഹോദരി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ ദയ കൊണ്ട് മറയ്ക്കണം. രാത്രികാലം എല്ലാവരും സൂക്ഷിക്കണം. പ്രത്യേക അഗാപ്പ ബൈബിൾ കോളേജിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കൃപ തന്റെ ദാസന്മാരോട് കൂടിരുന്ന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. തുടർന്ന് നടക്കുന്ന കൺവെൻഷനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കർത്താവെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ആമേൻ. താങ്ക് യു. ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഐഡിയയിൽ തന്നെയാണ് ഞങ്ങളുടെ കൺവെൻഷൻ തുടങ്ങുകയാണ്. ദൈവം എല്ലാവരെയും നിങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാം, അതർവൈസ് ലീവ് ചെയ്യാം. താങ്ക് യു.